Hi guys, welcome back to the second part of The Snake and the Mirror, a story written by Vaikom Muhammad Bashir. Vaikom Muhammad Bashir എഴുതിയ The Snake and the Mirror എന്ന സ്റ്റോറിയുടെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Before going to part 2, let's see what we had seen in part 1 video. Part 1 വീഡിയോക്കകത്ത് നമ്മൾ കണ്ട കാര്യങ്ങൾ പെട്ടെന്ന് സമ്മപ്പ് ചെയ്തിട്ട് we'll go to part 2. In the beginning of the story, we see a homeopath. He was talking with his friends. ഒരു ഹോമിയോ ഡോക്ടർ തന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ സ്റ്റോറിയുടെ ബിഗിനിങ്ങിൽ കാണുന്നത്. ആൻഡ് he asked his friends, has a snake ever coiled around any part of your body? A full-blooded cobra. നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു ഫുൾ ബ്ലഡഡ് കോബ്ര, ഉഗ്രവിഷമുള്ള കോബ്ര ചുറ്റിപ്പണഞ്ഞിട്ടുണ്ടോ എന്നൊരു ഹോമിയോപാത്ത് ചോദിക്കുന്നു. ആൻഡ് all of them fell silent. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സൈലന്റ് ആയി പോകുന്നു. ആൻഡ് ദ ഹോമിയോപാത്ത് began to tell the story. അങ്ങനെ ഹോമിയോപാത്ത് അവനും ഉഗ്രവിഷമുള്ള ഒരു കോബ്രയും തമ്മിലുണ്ടായ ഇൻസിഡന്റ് വിവരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആൻഡ് ദാറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്. ദ ഹോമിയോപാത്ത് ഹാഡ് ഹിസ് മീൽ ഫ്രം ദ ഹോട്ടൽ ആൻഡ് ഹി റിട്ടേൺ ടു ഹിസ് ഹോം. അതൊരു ചൂടുള്ള സമ്മർ രാത്രിയായിരുന്നു. ഹോമിയോപാത്ത് ഹോട്ടലിൽ നിന്നും തന്റെ മീൽ കഴിച്ച ശേഷം അദ്ദേഹം തന്റെ വാടക റൂമിലോട്ട് തിരിച്ചു വരുന്നു. ഹി ഹാഡ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് ഹിസ് ഏർണിംഗ്സ് were meager, so he was staying in a rented room which was not electrified. ഹോമിയോപാത്ത് തന്റെ മെഡിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ വരുമാനം വളരെ തുച്ഛമായതിനാൽ അദ്ദേഹം ഒരു വാടക റൂമിൽ, വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലാത്ത ഒരു വാടക റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. റൂമിലെത്തിയ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് ടേബിളിന്റെ മേലെ വെക്കുന്നു. അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി കിടന്നുവെങ്കിലും ഉറക്കം ലഭിക്കുന്നില്ല. നല്ല ചൂട് കാരണം അദ്ദേഹം റൂമിൽ നിന്നും എഴുന്നേറ്റ് വരാന്തയിലേക്ക് പോകുന്നു. പക്ഷെ കാറ്റൊന്നും ലഭിക്കാതെ അദ്ദേഹം വീണ്ടും തിരികെ തന്റെ റൂമിലേക്ക് വരുന്നു. തിരിച്ചു റൂമിലെത്തിയ അദ്ദേഹം മേശക്കരികിൽ ഇരിക്കുന്നു. അവിടെ ഒരു ബോക്സിൽ നിന്നും അദ്ദേഹം മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന പുസ്തകം എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു. മേശപ്പുറത്ത് അദ്ദേഹം കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കും അതിനരികിൽ വലിയൊരു കണ്ണാടിയും ഉണ്ടായിരുന്നു. കണ്ണാടി കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിനകത്തോട്ട് നോക്കാൻ തോന്നി. അങ്ങനെ കണ്ണാടി നോക്കിയ അദ്ദേഹം ഒരു തീരുമാനം എടുക്കാണ്. ഹി വുഡ് ഷേവ് ഡെയിലി ആൻഡ് വുഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. കൂടുതൽ സുന്ദരനായി കാണപ്പെടാൻ വേണ്ടി അദ്ദേഹം ഇനി മുതൽ എല്ലാ ദിവസവും ഷേവ് ചെയ്യും. കൂടാതെ ഒരു കട്ടി കുറഞ്ഞ ഒരു മസ്റ്റാഷ്, ഒരു മീശ അദ്ദേഹം തന്റെ മുഖത്ത് വളർത്താം എന്ന് തീരുമാനിക്കുന്നു. Then again he looked into the mirror and smiled. That was an attractive smile. അങ്ങനെ വീണ്ടും അദ്ദേഹം കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നു. അത് അതിമനോഹരമായിട്ടുള്ള ചിരിയായിരുന്നു. Then he decided to keep that attractive smile on his face to look more handsome. താൻ കൂടുതൽ സുന്ദരനായി കാണപ്പെടാൻ വേണ്ടി ആ ചിരി, ആ മനോഹരമായ പുഞ്ചിരി തന്റെ മുഖത്ത് എപ്പോഴും സൂക്ഷിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ബിക്കോസ് ഹി വാസ് എ ഡോക്ടർ ആൻഡ് വാസ് എ ബാച്ചലർ. അദ്ദേഹം അവിവാഹിതനായിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു. Then he lit a beedi and walked up and down the room. അദ്ദേഹം റൂമിലൂടെ ഒരു ബീഡി വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. And a lovely thought struck him. അദ്ദേഹത്തിന് മറ്റൊരു മനോഹരമായിട്ടുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നു. He would marry a woman doctor who had plenty of money and a good medical practice. അദ്ദേഹം കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. നല്ല പണക്കാരിയായിട്ടുള്ള ഒരു ഡോക്ടറായിരിക്കണം വധു. കൂടാതെ നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരു പെൺകുട്ടിയാണ് താൻ വിവാഹം കഴിക്കുക എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ആൻഡ് ദ ഗേൾ ഷുഡ് ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. കൂടാതെ ആ പെൺകുട്ടി നല്ല തടിയുള്ള പെൺകുട്ടി ആയിരിക്കണം. കാരണം ഇദ്ദേഹം എന്തെങ്കിലും മിസ്റ്റേക്സ് കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഓടുമ്പോൾ ഈ പെൺകുട്ടിക്ക് അദ്ദേഹത്തിന്റെ പുറകെ ഓടി അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി സാധിക്കരുത്. അതുകൊണ്ട് താൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി നല്ല ഫാറ്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആയിരിക്കണം എന്നെല്ലാം ചിന്തിച്ച് അദ്ദേഹം ഇരിക്കുകയാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പഠിച്ചത്. Now let's go to the part 2 video of The Snake and the Mirror. With such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sounds from above. Suddenly there came a dull thud as if a rubber tube had fallen to the ground. Surely nothing to worry about. Even so, I thought I would turn around and take a look. No sooner had I turned then a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning were simultaneous. So ഇത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് താൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. താൻ കല്യാണം കഴിക്കുന്നത് ഒരു ഡോക്ടറെ ആയിരിക്കും, നല്ല പണക്കാരിയായിട്ടുള്ള നല്ല തടിയുള്ള ഒരു ഡോക്ടറിനെ ആയിരിക്കും എന്നൊക്കെയുള്ള ചിന്തകളുമായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ചെയറിലിരിക്കുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം there was no sound from the above. ആ സമയത്ത് മുകളിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. കുറച്ച് സമയമായിട്ട് അദ്ദേഹം മുകളിൽ നിന്ന് എന്തെല്ലോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റൂഫിൽ നിന്നും പലതരത്തിലുള്ള ശബ്ദങ്ങൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. അദ്ദേഹം തന്റെ ചെയറിലിരിക്കുന്നു. Suddenly there was a dull thud
as if a rubber tube had fallen. പെട്ടെന്ന് തന്നെ അവിടെ ഒരു റബ്ബർ ട്യൂബ് നിലത്ത് വീണ പോലെയുള്ള സമാനമായുള്ള ഒരു ശബ്ദം അദ്ദേഹം കേൾക്കാനിടയാവുന്നു. And surely nothing to worry, even though I thought I would turn back and have a look. എന്തായാലും പേടിക്കാനൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒന്ന് തിരിഞ്ഞു നോക്കിയേക്കാം എന്ന് കരുതി അദ്ദേഹം തിരിയുന്നു. No sooner had I turned than a fat snake wriggled over the back of the chair and landed onto my shoulder. ഞാൻ തിരിയുന്ന അതേ സമയം തന്നെ, ഞാൻ തിരിയലും അതേ സമയം തന്നെ ഒരു സ്നേക്ക് that wriggled over the back of the chair, എൻ്റെ ചെയറിന്റെ പുറകിൽ അത് wriggle ചെയ്തു, മീൻസ് ഇത് ചുറ്റി പണഞ്ഞുകൊണ്ട് കയറി and landed on my shoulder. എന്നിട്ട് എൻ്റെ ഷോൾഡറിന് മേലെ തിരിക്കുന്നു. The snakes landing on me and my turning were simultaneous. സ്നേക്ക് എൻ്റെ ശരീരത്തിലേക്ക് കയറിയതും ഞാൻ തിരിഞ്ഞതും ഒരേ സമയത്ത് simultaneously സംഭവിച്ചു. ഞാൻ തിരിയലും അതേ സമയം തന്നെ സ്നേക്ക് എൻ്റെ ഷോൾഡറിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. I didn't jump, I didn't tremble, I didn't cry out. There was no time to do any such a thing. The snake slithered along my shoulder and coiled around my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches from my face. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ശരീരത്തിൽ ഒരു സ്നേക്ക് കയറി കഴിഞ്ഞാലുള്ള അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതേപോലത്തെ ഒരു ഷോക്ക്ഡ് ആയിട്ടുള്ള അവസ്ഥയായിരുന്നു ഹോമിയോപ്പത്തിൽ. He says he didn't jump, he didn't tremble, he didn't cry out. അദ്ദേഹം പേടിച്ച് ചാടിയില്ല, അദ്ദേഹം ഒച്ച വെച്ചില്ല, അദ്ദേഹം അലറി കരയൊന്നും ചെയ്തില്ല. Why? Because he had no time to do such a thing. അദ്ദേഹത്തിന് അത്തരത്തിൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിരുന്നില്ല. നമ്മളൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒച്ചയുണ്ടാക്കാം, നമുക്ക് പേടിച്ച് നിലവിളിക്കാം, കരയാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഒരു പാമ്പ് തൻ്റെ ശരീരത്തിൽ, തൻ്റെ ഷോൾഡറിൽ കയറി നിൽക്കുന്നതാണ് ഇദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. സോ അദ്ദേഹം ഒരു റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഷോക്ക്ഡ് ആയ സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. The snake slithered along my shoulder and coiled around my left arm just above elbow. അങ്ങനെ ആ പാമ്പ് എൻ്റെ ഷോൾഡറിൽ നിന്നും ഇഴഞ്ഞിട്ട് എവിടേക്ക് പോയി? ഇഴഞ്ഞിട്ട് എൻ്റെ ലെഫ്റ്റ് ആം, ഇടത് കൈയിലേക്ക് പോയി. ഇടത് കൈയിൽ എൽബോ, എൻ്റെ കൈമുട്ടിന് തൊട്ട് മുമ്പിലായിട്ട് അവിടെ ചുറ്റി നിന്നു. The hood was spread out and its head was barely 3 or 4 inches away from my face. അത് അതിൻ്റെ ഹുഡ്, കാരണം അതിൻ്റെ പത്തി വിടർത്തി വെച്ചു. അതിൻ്റെ തല എൻ്റെ ഫേസിൽ നിന്നും 3-4 ഇഞ്ച് വ്യത്യാസത്തിൽ, അത്രയും അടുത്ത് 3-4 ഇഞ്ച് വ്യത്യാസത്തിൽ അത് അതിൻ്റെ പത്തി വിടർത്തിക്കൊണ്ട് അതിൻ്റെ തല എൻ്റെ മുഖത്തിന് അത്രയും അടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. It would not be correct to say merely that I sat there holding my breath. I was turned to stone, but my mind was very active. The door opened into darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. Homeopath says that it would not be correct to say that I sat there holding my breath, but I became a stone image in flesh. ആ സമയത്ത് ഹോമിയോപാത്ത് പറയാണ്, ഞാൻ അവിടെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവില്ല. പക്ഷെ ഞാൻ എന്തായിപ്പോയിരുന്നു? ഞാൻ ശരിക്കും ഒരു സ്റ്റോൺ ആയിപ്പോയിരുന്നു, ഒരു കല്ല് പോലെ, ഒരു പ്രതിമ പോലെ ആയിപ്പോയിരുന്നു എന്ന് പറയാണ്. കാരണം അത്ര അദ്ദേഹം ഷോക്ക്ഡ് ആയിരുന്നു. അദ്ദേഹത്തിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ അദ്ദേഹം ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നില്ല. അദ്ദേഹം ശരിക്കും ഒരു സ്റ്റോൺ പോലെ, ഒരു കല്ല് പോലെ ആയി തീർന്നിരുന്നു. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ് and the door opened into darkness. അദ്ദേഹം ഒരു സ്റ്റോൺ പോലെ, കല്ലുപോലെ, ശാരീരികമായിട്ട് അദ്ദേഹം കല്ലുപോലെ ആയി പോയിരുന്നുവെങ്കിലും അനങ്ങാൻ സാധിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മൈൻഡിലൂടെ, ബ്രെയിനിലൂടെ ഒരുപാട് തോട്ട്സ്, ഒരുപാട് ടെൻഷൻസ്, ഫിയേഴ്സ് ഒക്കെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് മൈൻഡ് വളരെ ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ ശരീരം അനങ്ങാൻ പറ്റാത്ത സ്റ്റോൺ പോലെ ആയി പോയിരുന്നു. Then he says the door opened into darkness. Darkness filled inside the room and I sat there in the light of the lamp as a stone image in flesh. അദ്ദേഹത്തിന്റെ റൂമിൽ നിറയെ ഇരുട് കയറുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. അദ്ദേഹത്തിന് ഒന്നും കാണാൻ സാധിക്കുന്നില്ല, നിറയെ ഇരുട്, ഡാർക്ക്നെസ്. ആ റൂം നിറയെ ഡാർക്ക്നെസ് കൊണ്ട് ഫില്ല് ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന് ആ സമയത്ത് അനുഭവപ്പെട്ട മരണ ഭയമായിരിക്കും ഒരു പക്ഷേ അത്തരത്തിൽ ആ റൂം നിറയെ ഡാർക്ക്നെസ് കൊണ്ട് നിറയുകയാണ്. ആൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ഫ്ലെഷ്. അദ്ദേഹം കത്തിച്ചു വെച്ച ആ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ആ റൂമിൽ ഇരിക്കുകയാണ്. എന്തുപോലെ? എ സ്റ്റോൺ ഇമേജ് ഇൻ ഫ്ലെഷ്. ഒരു സ്റ്റോൺ ഇമേജ്, ഒരു കൽപ്രതിമ പോലെ. ഇൻ ഫ്ലെഷ് പറഞ്ഞാൽ ഇറച്ചിയുള്ള, മാംസമുള്ള, എന്നാൽ ഒരു കൽപ്രതിമ പോലെയുള്ള ശരീരമായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ എന്ന് പറയുന്നു.
I felt in the great presence of the creator of this world and this universe. God was there. Suppose I said something and he did not like it. I tried in my imagination to write in bright letters outside my little heart the words, "Oh God." Then homeopath says, I felt the presence of the creator of this universe and the world. ആ സമയത്ത് ഈ പ്രപഞ്ചത്തെയും ലോകത്തെയും ഒക്കെ ഉണ്ടാക്കിയ ഈ ലോകത്തിന്റെ സ്രഷ്ടാവിനെ എനിക്ക് ആ സമയത്ത് അവിടെ ഫീൽ ചെയ്തു. ഈ പ്രപഞ്ചവും ലോകമൊക്കെ ഉണ്ടാക്കിയ പ്രപഞ്ച സ്രഷ്ടാവ് ആ റൂമിലുണ്ട് എന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു പറയുകയാണ്. God was there. Suppose I say something and he didn't like it, so I tried in my imagination to write outside my little heart, "Oh God." ആ സമയത്ത് ഗോഡ് അവിടെ ഉണ്ടായിരുന്നു. ദൈവം ആ റൂമിൽ സന്നിഹിതനായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കുഞ്ഞു ഹൃദയത്തിന് പുറത്ത് ഞാൻ "ഓ മൈ ഗോഡ്" എന്ന് അക്ഷരങ്ങളാൽ ലിപികളാൽ എഴുതി കാണിച്ചു എന്ന് തമാശ രൂപേണ പറയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അഥവാ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിന് പുറത്ത് "ഓ ഗോഡ്" ദൈവമേ എന്ന് ഞാൻ എഴുതി കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു. There was some pain in my left arm. It was as if a thick leaden rod, no, a rod made of molten fire, was slowly but powerfully crushing my arm. The arm was beginning to be drained of all strength. What could I do? ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട്. He felt some pain in his left arm. തന്റെ ഇടത് കയ്യിൽ അദ്ദേഹത്തിന് വേദന അനുഭവപ്പെടാൻ തുടങ്ങി. It was as if a thick leaden rod, ഒരു നല്ല കട്ടിയുള്ള leaden rod, ലെഡ് കൊണ്ടുള്ള വലിയ ദണ്ടെടുത്ത് വെച്ചാൽ എങ്ങനെയുള്ള വേദനയായിരിക്കും, അത്തരത്തിലൊരു വേദന അദ്ദേഹത്തിന് ലെഫ്റ്റ് ആർമിൽ ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം പാമ്പ് അവിടെ ചുറ്റി നിൽക്കുകയാണ്. സോ ഹി വാസ് ഫീലിംഗ് ദ പെയിൻ. നോ, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. ലെഡൻ റോഡ് കയ്യിൽ എടുത്തു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ പോലും ആയിരുന്നില്ല. ഇരുമ്പെല്ലാം ഉരുകിയ അവസ്ഥയുണ്ടല്ലോ, അത്തരത്തിൽ ദ്രാവകാവസ്ഥയിലുള്ള ഇരുമ്പിന്റെ ദണ്ട് കയ്യിൽ വെച്ചാൽ എത്തരത്തിലുള്ള പൊള്ളലായിരിക്കും, അത്തരത്തിലൊരു വേദനയായിരുന്നു അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് എന്ന് പറയുന്നു. That was slowly but powerfully crushing my arm. ആ പാമ്പ് വളരെ പതുക്കനെ, വളരെ പതിയാണ്, സ്ലോലി പക്ഷെ വളരെ ശക്തമായിട്ട്, വളരെ പവർഫുൾ ആയിട്ട് തന്റെ കൈ എന്ത് ചെയ്യാണ്? ക്രഷ് ചെയ്യാണ്. മീൻസ് കൈ ഞെരിക്കുകയാണ്. ചുറ്റി വരയുമ്പോൾ ഉണ്ടാവുന്ന ആ പെയിനാണ് അദ്ദേഹത്തിന് ആ സമയത്ത് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. The arm was beginning to be drained of all its strength. What am I to do now? തന്റെ കൈയുടെ ശക്തി മുഴുവൻ ഡ്രെയിൻ ചെയ്തു പോവാണ്, ചോർന്നു പോവുകയാണ്. ഇത് ഇങ്ങനെ പവർഫുൾ ആയിട്ട് ക്രഷ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ സ്റ്റോപ്പ് ആവും. നമ്മുടെ കൈയുടെ ശക്തി പതിയെ പതിയെ കുറഞ്ഞു വരും. നമുക്ക് ആക്ഷൻ ഇല്ലാത്തൊരവസ്ഥയായി മാറും കൈക്ക്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ശക്തി മുഴുവൻ ഇല്ലാതായി പോകുന്ന പോലെ അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് അദ്ദേഹം ആലോചിച്ച് അവിടെ തന്നെ അനങ്ങാൻ പറ്റാതെ ഇരിക്കുക. At my slightest movement, the snake would strike me. Death lurked 4 inches away. Suppose it struck, what was the medicine I had to take? There were no medicines in the room. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. At my slightest movement, the snake would strike me. Homeopath says. എന്നെ ചെറിയൊരു അനക്കം മതി പാമ്പ് എന്നെ കടിക്കാനായിട്ട്. And death lurked 4 inches away. മരണം ഒളിച്ചിരുന്നു. വെറും 4 ഇഞ്ച് അകലെയായിട്ട് മരണം പമ്മി നിൽക്കാണ്, ഒളിച്ചു നിൽക്കാണ്. വെറും 4 ഇഞ്ച് ദൂരെയായിട്ട് പാമ്പും അദ്ദേഹത്തിന്റെ ഫേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് വെറും 4 ഇഞ്ചേ ഉള്ളൂ. അത്രയും തൊട്ടരികിൽ മരണം പമ്മി ഇരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. സപ്പോസ് ഇറ്റ് സ്ട്രൈക്ക്, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? ദർ വാസ് നോ മെഡിസിൻ ഇൻ ദ റൂം. അഥവാ ഇനി പാമ്പെന്നെ കൊത്തുകയാണെങ്കിൽ എന്ത് മെഡിസിനാണ് ഞാൻ എടുക്കേണ്ടത്? സത്യം പറയുകയാണെങ്കിൽ എൻ്റെ റൂമിൽ ആ സമയത്ത് മെഡിസിൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹോമിയോപത്ത് പറയാണ്, ഐ വാസ് ബട്ട് എ ഫൂളിഷ് സ്റ്റുപ്പിഡ് ഡോക്ടർ. ഐ സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ് ഫോർഗെറ്റിംഗ് ദ ഡേഞ്ചർ. ഞാൻ പക്ഷെ ഒരു ഫൂളിഷ് ആയിരുന്നു, ഒരു വിഡ്ഢിയായിരുന്ന, ഒരു പമ്പര വിഡ്ഢിയായിരുന്ന ഒരു ഡോക്ടറായിരുന്നു. ഞാൻ എന്നെ തന്നെ നോക്കി ചിരിക്കുകയുണ്ടായി. എൻ്റെ വിഡ്ഢിത്തം ആലോചിച്ചിട്ട് ഞാനൊരു ഡോക്ടറാണെന്നൊക്കെ അഹങ്കരിച്ചിരുന്ന ഞാൻ ഇപ്പോൾ എന്നെ ഒരു പാമ്പ് കുത്തിക്കഴിഞ്ഞാൽ എന്ത് മെഡിസിനാണ് എടുക്കേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല. റൂമിലാണെങ്കിൽ ഒറ്റ മെഡിസിനും ഇല്ല. അങ്ങനെയുള്ളൊരു വിഡ്ഢിയായിട്ടുള്ള, ഒരു പമ്പര വിഡ്ഢിയായിട്ടുള്ള ഒരു ഡോക്ടറാണ് താനെന്ന് സ്വയം തോന്നിക്കൊണ്ട്, തന്നോട് തന്നെ പുച്ഛം തോന്നിക്കൊണ്ട് തനിക്ക് നേരെ ഡോക്ടർ ചിരിക്കുകയാണ്. It seemed as if God appreciated that. The snake turned its head. It looked into the mirror and saw its reflection. I do not claim that it was the first snake that had ever looked into a mirror, but it was certain that
the snake was looking into the mirror? Was it admiring its own beauty? Was it trying to make an important decision about growing mustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? Then homeopath says, it seemed as if God appreciated that. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം, ഞാനൊരു പമ്പര വിഡ്ഢിയായിരിക്കുന്ന ഒരു പൊട്ടനായ ഡോക്ടറാണല്ലോ എന്നുള്ള തന്നോട് തന്നെയുള്ള ആ പുച്ഛഭാവം അത് ആർക്ക് ഇഷ്ടപ്പെട്ടു? അത് ദൈവത്തിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ദ സ്നേക്ക് ടേൺ ഇറ്റ്സ് ഹെഡ് ഫ്രം ദ ഹോമിയോപ്പത്ത്. കാരണം സ്നേക്ക് തന്റെ തല ഹോമിയോപ്പത്തിന്റെ ഫേസിന് എടുത്തു നിന്നും മറ്റൊരു ഭാഗത്തോട്ട് ടേൺ ചെയ്യുന്നു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. തന്റെ ഫേസിന് എടുത്തു നിന്നും ടേൺ ചെയ്ത കോബ്ര എങ്ങോട്ട് നോക്കുന്നു? മിററിലേക്ക് നോക്കുന്നു. ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. മിററിനകത്ത് സ്നേക്ക് തന്റെ റിഫ്ലക്ഷൻ കാണുന്നു. ആൻഡ് ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ടു ലുക്ക് ഇൻ ടു എ മിറർ, ബട്ട് ദ സ്നേക്ക് വാസ് സെർട്ടൻലി ലുക്കിംഗ് ഇൻ ടു ദ മിറർ. ഞാൻ അവകാശപ്പെടുന്നില്ല ആദ്യമായിട്ട് കണ്ണാടിയിലേക്ക് നോക്കിയ പാമ്പ് ഇതായിരുന്നു എന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ സ്നേക്ക് മിററിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വാസ് ഇറ്റ് അഡ്മയറിംഗ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? ആ പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കി തന്റെ തന്നെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു. ഓർ വാസ് ഇറ്റ് ടേക്കിംഗ് an important decision of growing a mustache or using a eyeshadow or mascara or putting a vermilion spot on its forehead? അതിനുശേഷം ഹോമിയോപ്പത്ത് കോമിക്കലി എന്ത് പറയുന്നു? തമാശ രൂപേണ പറയാണ്, ഒരു പക്ഷെ കണ്ണാടിയിൽ നോക്കിയിട്ട് ആ പാമ്പ് നാളെ മുതൽ മീശ വളർത്തിയാലോ എന്ന് ഹോമിയോപ്പത്ത് തീരുമാനിച്ച പോലെ അത് കണ്ണാടി നോക്കിയിട്ട് മസ്റ്റാഷ് വളർത്താം എന്നാണോ ചിന്തിക്കുന്നത്? ഓർ പുട്ടിംഗ് ഐ ഷാഡോ ഓർ മസ്കാര. വാട്ട് ഈസ് ഐ ഷാഡോ? ദിസ് ഈസ് ഐ ഷാഡോ ആൻഡ് ദിസ് ഈസ് മസ്കാര. ഇത്തരത്തിൽ ഐ ഷാഡോ അല്ലെങ്കിൽ മസ്കാര ഇതൊക്കെ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ? ഓർ പുട്ടിംഗ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ദ ഫോർഹെഡ്, അല്ലെങ്കിൽ തന്റെ നെറ്റിത്തടത്തിൽ ഒരു വെർമിലിയൻ സ്പോട്ട്, ഒരു കുങ്കുമക്കുറി തൊടാം എന്നാണോ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയുന്നു. I did not know anything for certain. What sex was the snake? Was it male or female? I will never know, for the snake unwound itself from my arm and slowly slithered into my lap. From there it crept onto the table and moved towards the mirror. Perhaps it wanted to enjoy its reflection at closer quarters. Whoever says, I did not know anything for certain. What sex was the snake? Was it male or female? ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല ഈ പാമ്പിനെ കുറിച്ചിട്ട്. ആ പാമ്പ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ആ പാമ്പിന്റെ സെക്സ് എന്താണ്, മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് പോലും തനിക്കറിയില്ല. ഐ വിൽ നെവർ നോ, ഫോർ ദ സ്നേക്ക് അൺവൂണ്ട് ഫ്രം മൈ ആം ആൻഡ് സ്ലിതേർഡ് ഓൺ ടു മൈ ലാപ്പ്. ഞാൻ ഒരിക്കലും അറിയാൻ പോണില്ല ഈ പാമ്പ് ആണാണോ പെണ്ണാണോ എന്ന് പോലും. കാരണം പാമ്പ് എന്റെ കയ്യിൽ നിന്നും ഇറങ്ങി നേരെ എന്റെ ലാപ്പിലേക്ക്, എന്റെ മടിയിലേക്ക് വന്നിരിക്കുന്നു. From there it crept onto the table and moved in front of the mirror. എന്റെ മടിയിൽ നിന്നും നേരെ ടേബിളിന് മേലേക്ക് കയറി ആ ടേബിളിന് മേലെ കൂടെ ഇഴഞ്ഞിട്ട് അത് കണ്ണാടിന് മുന്നിൽ പോയി നിന്നു. Perhaps it wanted to enjoy its reflection at closer quarters. ഒരുപക്ഷെ പാമ്പിന് വളരെ അടുത്ത് നിന്നും തന്റെ പ്രതിബിംബം, തന്റെ രൂപം കണ്ണാടിയിൽ കാണാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ പാമ്പ് ഇഴഞ്ഞിട്ട് നേരെ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നത് എന്ന് ഹോമിയോപ്പത്ത് ചിന്തിക്കുന്നു. I was no mere image cut in granite. I was suddenly a man of flesh and blood. Still holding my breath, I got up from the chair. I quietly went out through the door into the veranda. From there, I leapt into the yard and ran for all I was worth. Then homeopath says, തന്റെ ശരീരത്തിൽ നിന്നും പാമ്പ് ഇറങ്ങിപ്പോയ ശേഷം he says, I was no mere image cut in granite. ആ സമയത്ത് ഞാൻ ഗ്രാനൈറ്റ് കൊണ്ട് കട്ട് ചെയ്ത് വെച്ച ഒരു ശില്പമായിരുന്നില്ല. ഐ ബിക്കേം എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ആ സമയത്ത് ഞാൻ ചോരയും മാംസവും ഒക്കെ ഉള്ള ഒരു പച്ച മനുഷ്യനായി മാറി. സ്റ്റിൽ ഹോൾഡിംഗ് മൈ ബ്രത്ത്, ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ ആൻഡ് വെന്റ് ത്രൂ ദി ഡോർ ഇൻ ടു ദ വെറാന്ത. ഫ്രം ദർ ഐ ലെഫ്റ്റ് ഇൻ ടു ദ യാർഡ് ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. ഞാൻ മെല്ലെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പാമ്പ് പോയ ശേഷം, പാമ്പിന്റെ മടിയിൽ നിന്നും പോയ ശേഷം ഞാൻ മെല്ലെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ചേർന്ന് നിന്നും പതിയെ എഴുന്നേറ്റ് ഡോറിലൂടെ മെല്ലെ നടന്ന് വരാന്തയിലെത്തുന്നു. വരാന്തയിൽ നിന്നും ഞാൻ ഒറ്റ ചാട്ടമാണ്. ഐ ലെഫ്റ്റ് ഇൻ ടു ദ യാർഡ്. ഞാൻ ആ മുറ്റത്തോട്ട് ചാടി ഇറങ്ങി. ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. എന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു പറയുന്നു. Phew! Each of us heaved a sigh of relief. All of us lit beedies. Somebody asked, Doctor, is your wife very fat? No, the doctor said,
God willed otherwise. My life companion is a thin, reedy person with the gift of a sprinter. Someone else asked, Doctor, when you ran, did the snake follow you? Phew! All of us heaved a sigh of relief. ഇത്രയും നേരം ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്നുകൊണ്ട് കഥ കേട്ടിരുന്ന എല്ലാവർക്കും ആശ്വാസമായി. അതിനുശേഷം all of them lit beedies. എല്ലാവരും ബീഡി കത്തിച്ചു. Somebody asked the doctor, is your wife fat? കഥ കേട്ടുകൊണ്ടിരുന്ന ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടർ, നിങ്ങൾ കല്യാണം കഴിച്ച നിങ്ങളുടെ ഭാര്യ നല്ല തടിച്ചിട്ടുള്ള ആളാണെന്ന് ചോദിക്കുന്നു. No, the doctor said, God willed otherwise. My life companion is a thin, reedy person with the gift of a sprinter. ഡോക്ടർ പറഞ്ഞു, No, എന്റെ ലൈഫ് കമ്പാനിയൻ നല്ല തടിച്ചിട്ടുള്ള ആളല്ല. God willed otherwise. ദൈവത്തിന്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു, തിരിച്ചായിരുന്നു. My life companion is a thin, reedy person with the gift of a sprinter. എന്റെ ജീവിത പങ്കാളി നല്ല മെലിഞ്ഞിട്ടുള്ള നല്ല ഓട്ടക്കാരിയാണ്, നല്ല സ്പീഡിൽ ഓടാൻ സാധിക്കുന്ന വളരെ സ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ ലൈഫ് കമ്പാനിയൻ എന്ന് ഡോക്ടർ പറയുന്നു. Someone else asked him, did the snake follow you? നിങ്ങളെ ആ പാമ്പ് പിന്തുടർന്നു എന്നൊരാൾ ചോദിക്കുന്നു. The doctor replied, I ran and ran till I reached a friend's house. Immediately I smeared oil all over myself and took a bath. I changed into fresh clothes. The next morning at about 8:30, I took my friend and one or two others to my room to move things from there, but we found we had little to carry. Some thief had removed most of my things. The room had been cleaned out, but not really. The thief had left behind one thing as a final insult. What was that? I asked. So, അവിടെ കഥ കേട്ടോണ്ടിരുന്ന ഒരാൾ ചോദിച്ചു, ഡോക്ടർ, നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഓടിയപ്പോൾ നിങ്ങളെ ആ സ്നേക്ക് ഫോളോ ചെയ്തിരുന്നോ ചോദിച്ചു. Doctor said, not really. I ran and ran till I reached a friend's house. When I reached there, immediately I smeared oil all over my body and took a bath. അവിടെ നിന്നും ഇറങ്ങിയ ശേഷം ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ വീട് എത്തുന്നവരെ ഓടിക്കൊണ്ടേയിരുന്നു. അവിടെ എത്തിയ ശേഷം ഞാൻ എന്റെ ശരീരത്തിൽ ഓയിൽ തേച്ചുകൊണ്ട് നന്നായിട്ട് കുളിച്ചു. And I changed into fresh clothes. കുളിച്ച ശേഷം ഞാൻ പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു. The next morning at 8:30, I took my friend and one or two others to my room to move things from there. പിറ്റേ ദിവസം രാവിലെ ഒരു 8:30 മണിയായപ്പോൾ ഞാനും എന്റെ സുഹൃത്തും കൂടെ 1-2 പേരെയും കൂടെ കൂട്ടി ഞാൻ എന്റെ റൂമിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അവിടെ നിന്നും സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം ആ പാമ്പ് അവിടെ നിന്നും പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണം. സോ അതുകൊണ്ട് സാധനങ്ങൾ മാറ്റാൻ വേണ്ടി ഞാനും എന്റെ 1-2 സുഹൃത്തുക്കളും കൂടെ അവിടേക്ക് പോവുകയാണ്. But when I reached my room, I knew that I had little things to carry. പക്ഷേ റൂമിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അവിടെ നിന്നും മാറ്റാനായിട്ട് അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. Because a thief had moved most of my things from there. കാരണം അവിടെ എന്റെ റൂമിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒരു കള്ളൻ വന്നിട്ട് ആ രാത്രി കംപ്ലീറ്റ് സാധനങ്ങളും അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. The room had been cleaned out. Not really. As a final insult, he had left something there. ആ റൂം ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഒരു സാധനം തന്നെ ഉണ്ടായിരുന്നില്ല. It had been completely cleaned out, but as a final insult, he had left something there. പക്ഷെ എന്നെ അപമാനിക്കാനായിട്ട് ഒരു സാധനം ഒഴികെ ബാക്കിയെല്ലാം അവിടെ നിന്നും കൊണ്ടുപോയിരുന്നു. എന്തായിരുന്നു താങ്കളെ അപമാനിക്കാൻ അവിടെ നിന്നും കള്ളൻ കൊണ്ടുപോവാതെ താങ്കൾ റൂമിൽ ഉപേക്ഷിച്ച് വെച്ച സാധനം എന്ന് ഞാൻ ചോദിക്കുന്നു. ഇവിടെ ഞാൻ എന്നുള്ളത് വൈക്കം മുഹമ്മദ് ബഷീർ ആവാം. I asked, what was that? The doctor said, my vest, the dirty one. The fellow had such a sense of cleanliness, the rascal could have taken it and used it after washing it with soap and water. The doctor said, my vest, the dirty one. എന്തായിരുന്നു കള്ളൻ അവിടെ നിന്നും എടുക്കാതെ കൊണ്ടുപോയ സാധനം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയണത് മൈ വെസ്റ്റ് ദ ഡേർട്ടി വൺ. എന്റെ വെസ്റ്റ്, എന്റെ ഇന്നർ ബനിയൻ, ദ ഡേർട്ടി വൺ. ആ വൃത്തികെട്ട ഇന്നർ ബനിയനാണ് കള്ളൻ എടുക്കാതെ അവിടെ എന്റെ റൂമിൽ ഉപേക്ഷിച്ചിട്ട് പോയ സാധനം. ദ ഗൈ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻലിനെസ്. അവൻ കള്ളനായിരുന്നുവെങ്കിലും നല്ല ശുചിത്വബോധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഡോക്ടർ. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ഹി കുഡ് ഹാവ് യൂസ്ഡ് ഇറ്റ്. അങ്ങനെ ഡോക്ടർ പറയാണ് ആ റാസ്കലിന് അത് അവിടുന്ന് എടുക്കാമായിരുന്നു. അവിടെ നിന്നും കൊണ്ടുപോയ ശേഷം വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകിയ ശേഷം അയാൾക്കത് ഉപയോഗിക്കാമായിരുന്നല്ലോ. ബട്ട് ഹി ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. പക്ഷെ അവൻ ആ വെസ്റ്റ്, എന്റെ ഡേർട്ടി വെസ്റ്റ് അവിടെ നിന്നും കൊണ്ടുപോയില്ല. അവൻ അത്രയും ശുചിത്വബോധമുള്ള കള്ളനായിരുന്നു എന്ന് പറയുന്നു. Did you see the snake the next day, doctor? The doctor laughed. I have never seen it since. It was a snake which was taken with its own beauty.
സോ ഹോമിയോപാത്ത് ചോദിക്കുകയാണ്, ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ? താങ്കൾ പിറ്റേ ദിവസം ആ പാമ്പിനെ കണ്ടോ എന്ന് ചോദിച്ചു. Then the doctor laughed and said, I have never seen the snake since, but it was a snake which was taken with its own beauty. ഡോക്ടർ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും അതിനുശേഷം ആ പാമ്പിനെ എന്റെ ലൈഫിൽ കണ്ടിട്ടേ ഇല്ല. ബട്ട് ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൻ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അതിമനോഹരമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്നേക്ക് ആയിരുന്നു അന്ന് എന്റെ ലൈഫിൽ വന്നത്. പക്ഷെ ആ സ്നേക്ക് അദ്ദേഹത്തെ ഹേർട്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും പോകുന്നു. സോ ഈ കഥയിലും സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ഈ കഥയിലും നമ്മുടെ മാത്രമല്ല ഈ ഭൂമി, മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി എന്നൊരു പക്ഷേ നമുക്ക് ഈ സ്റ്റോറി വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഹോമിയോപ്പത്തിനെ ആ സ്നേക്ക് ഹേർട്ട് ചെയ്യുകയോ ഹോമിയോപ്പത്ത് തിരിച്ച് ആ സ്നേക്കിനെ ഹേർട്ട് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. ഒരുപിടി നർമ്മത്തോടെയാണ് ഈ സ്റ്റോറി വൈക്കം മുഹമ്മദ് ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സ്റ്റോറി എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ.